ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടാനുള്ള ഒരു കിടിലൻ റെമഡി ആയിട്ടാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജെല്ലാണ് കേട്ടോ. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഉമ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നേരെ വൈകാണ്ട് നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു ജെല്ലുണ്ടാക്കാൻ ആകെ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അത് ഉലുവയാണ്. ഈ ഉലുവ നമ്മളെ സ്കിന്നിന് ഗ്ലോ തരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് നമുക്ക് ഫേസിലേക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അത്രയും എടുത്തതിന് ശേഷം ഈ ഒരു ടെക്സ്ചർ ആവുന്നവരെ ഒന്ന് മിക്സിയിലിട്ട് പൊടിക്കാം. കൂടുതൽ ഫൈൻ പൗഡർ ആക്കേണ്ടതില്ല. അതിനുശേഷം ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് ഈ ഉലുവ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കുക. ഇത് നന്നായിട്ട് ചൂടായി ഇങ്ങനെ കുറുക്കിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളമായിട്ട് ചുരുങ്ങണം. അതുവരെ നമ്മളൊന്ന് നന്നായിട്ട് ചൂടാക്കാനുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തോളം ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു വൃത്തിയുള്ള കോട്ടൺ തുണിയും ഒരു ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. ഈ കോട്ടൺ തുണിയിലേക്ക് ചൂടാറിയതിന് ശേഷം ഈ ഒരു ഉലുവ ജെല്ലിനെ ഞാൻ ഇട്ടുകൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഉലുവൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഞാനൊന്ന് പിഴിഞ്ഞ് ആ സത്ത് മാത്രം ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതാ ഈ ഒരു ജെല്ല് ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. ഇനി അതിലേക്ക് കസ്തൂരി മഞ്ഞളാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, നിർബന്ധമില്ല. ഇപ്പോൾ ബോയ്സൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ വീട്ടിൽ കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിലും ഇത് ആഡ് ചെയ്യണമെന്നില്ല. ആ ഒരു ജെല്ല് മാത്രം യൂസ് ചെയ്താലും മതി. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനൊരു ഫില്ലറുള്ളൊരു ബോട്ടിലേക്കാണ് മാറ്റിയത്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഇല്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ ഏതിലാണോ നിങ്ങളൊരു ഫേസ് പാക്കൊക്കെ ഇടുന്നത് അതിലേക്ക് മാറ്റിയിട്ട് നോർമൽ കൈ കൊണ്ട് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇതേ നമ്മുടെ ഈ ജെല്ല് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഡയറക്റ്റായിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇൻ 2 വീക്സോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് നമുക്ക് നാച്ചുറലായിട്ട് സ്കിൻ ഗ്ലോ ചെയ്യാനുള്ള ജെല്ല് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ആ ഒരു ജെല്ലി. ഇത് ഞാൻ ഈ ഒരു കുപ്പി ഉള്ളതുകൊണ്ടാണ് ഇതിലേക്ക് ആക്കി വെച്ചത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഇല്ലെങ്കിൽ നോർമൽ ഗ്ലാസ്സിലോ എന്തെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ട് കൈകൊണ്ട് അപ്ലൈ ചെയ്ത് തേച്ചാലും മതി. അപ്പോൾ ഗൈസ്, ഇതാണ് ആ ഒരു ജെല്ലി വരുന്നത്. ഇതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷനും കൂടെ ഒന്ന് കണ്ടാലോ.
അപ്പോൾ ഗൈസ് ഇത് ഞാൻ ഫുൾ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറച്ചെടുത്തിട്ട് എൻ്റെ ഫേസിൽ ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് 2 മിനിറ്റ്സ് ഒന്നും വേണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് ഡ്രൈ ആവും. അതായത് ഡ്രൈ ആവുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ജെൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജിങ് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അതിങ്ങനെ വെറുതെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും വേണമെങ്കിൽ ഒന്നും കൂടെ അപ്ലൈ ചെയ്യാന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇത് പിന്നെയും നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ടാൻ ഉള്ള സ്ഥലത്ത്, നമ്മൾ ഐസിന്റെ ചുറ്റും, പിന്നെ പിഗ്മെന്റഡ് ആയിട്ടുള്ള ഏരിയാസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഉലുവ ജെല്ലിനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഉലുവ ജെല്ലിനെ 2 വീക്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങളെ ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ഉലുവ ജെല്ല് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പൊ കണ്ടില്ല, നന്നായിട്ട് ഫേസിൽ അബ്സോർബ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോ വരുന്നുണ്ട് ഇപ്പം തന്നെ. ഈ ഒരു ഉലുവ ജെല്ല് നമുക്ക് മോർണിംഗ് റൂട്ടീനിലും നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഞാനിത് കൂടുതലും ചെയ്യുന്നത് മോർണിംഗിൽ തന്നെയാണ്. അതായത് രാവിലെ ആകുമ്പോൾ നമ്മളെ സ്കിൻ ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ഇടുന്നത്. സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ ഈ ഒരു ഉലുവ ജെല്ല് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നോക്കൂ, നന്നായിട്ട് ഇത് അബ്സോർബ് ആയി പോയിട്ടുണ്ട് സ്കിന്നിലേക്ക്. നിങ്ങളിത് നൈറ്റിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങുന്നതിനും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിത് നൈറ്റ് യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടക്കുമ്പോൾ പില്ലോലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഈ ഉലുവ ജെല്ലിന്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് എന്തോ ഒരു ഉലുവന്റെ സ്മെല്ലോ ടേസ്റ്റോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല ശരിക്കും. പക്ഷേ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഇത് ഒരുപാട് ഗുണം ഉള്ളൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഉലുവ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഉലുവ ജെല്ല് ഇടുവാണെങ്കിൽ മോർണിംഗിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഉലുവന്റെ സ്മെല്ല് ഇഷ്ടമുള്ളവരാണെങ്കിൽ നൈറ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ പിന്നെ പില്ലോലൊക്കെ ആവുന്നത് കൊണ്ടും അമ്മ ചീത്ത പറയുന്നത് കൊണ്ടുമാണ് ഞാനിത് നൈറ്റിൽ യൂസ് ചെയ്യാത്തത്. അപ്പൊ അപ്ലൈ ചെയ്യേണ്ടവർക്ക് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം കേട്ടോ. ഡേ ടൈം കുറച്ച് ബിസി ആയിട്ടുള്ളവരാണെങ്കിൽ നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഈ ഒരു ഉലുവ ജെല്ലിനെ ഡെയിലി അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കിന്ന് അത്രയും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ സ്കിന്നിലേക്ക് നാച്ചുറൽ ആയിട്ട് ഗ്ലോ കിട്ടാനും സ്കിന്ന് ലൈറ്റൻ ചെയ്യാനും, പിന്നെ നമുക്ക് ഡാർക്ക് സർക്കിൾ, അതായത് നമുക്കിത് ഐന്റെ ചുറ്റും നമുക്കിത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഡാർക്ക് സർക്കിളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അണ്ടർ ഐസിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും നമുക്കിത് കിട്ടുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഈ ഒരു ഉലുവ ജെല്ല് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്തായാലും സ്കിന്നിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ആ ജെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ബോയ്സിനും ഇത് യൂസ് ചെയ്യാം. അടിപൊളിയാണ്. അപ്പൊ ഈ കസ്തൂരി മഞ്ഞൾ ആവശ്യമുള്ളവർ മാത്രം ഈ ഒരു പാക്കിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ജെല്ലിലേക്ക് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ ബോയ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതുമാണ്. നമുക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വേണ്ടത് ഉലുവയാണ്. എല്ലാ വീട്ടിലും എന്തുണ്ടാവും? ഉലുവ ഉണ്ടാവും. ഉലുവ ഇല്ലാത്ത വീടുകൾ അപൂർവമായിരിക്കും. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ആർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ എല്ലാവരും ഈ ഉലുവ ജെല്ല് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ പേര് ഉമ. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. അപ്പൊ ഓക്കെ, ടാറ്റാ ബൈ ബൈ.